Welcome to another episode of Abroad Diaries. ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ അശ്വതി ഫ്രം ജിയാമുസി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ ചൈന. ഹായ് അശ്വതി. ഹായ്. MBBS വേണ്ടി ചൈനയിലേക്ക് എങ്ങനെയായിരുന്നു ആ യാത്ര? എനിക്ക് ആക്ച്വലി എൻ്റെ പാഷൻ MBBS അല്ലായിരുന്നു. എൻ്റെ അച്ഛൻ അബ്രോഡിലായിരുന്നു. സോ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് ചൈനയിൽ പഠിക്കുകയുണ്ടായി. സോ ആ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ സജഷൻ കാരണം ഞാൻ അങ്ങോട്ട് പോയതാണ്. 2014 ബാച്ചായിരുന്നു. അപ്പോൾ ഞാൻ തമിഴ്നാട് ബോർഡിലാണ് +2 ഗ്രാജുവേറ്റ് ആയത്. സോ ഞങ്ങൾക്ക് നീറ്റ് ഇല്ല തമിഴ്നാട്ടിൽ, കൗൺസിലിംഗ് ആയിരുന്നു. സോ കൗൺസിലിംഗ് ആയ കാരണം അവിടെ എഞ്ചിനീയറിംഗിന് ട്രൈ ചെയ്ത് എനിക്ക് സീറ്റും കിട്ടി. പിന്നെ അച്ഛൻ്റെ സജഷൻ കാരണം ചൈനയിലോട്ട് പോയത്. ചൈന എന്ന് പറഞ്ഞ കൺട്രി എങ്ങനെയാണ്? സേഫ് ആണോ നമ്മുടെ സ്റ്റുഡൻസിന്? സേഫാ കമ്മ്യൂണിസ്റ്റ് കൺട്രിയാ, സേഫാന്ന്. ആക്ച്വലി നമുക്ക് പെട്ടെന്ന് എനിക്ക് ഫസ്റ്റ് ടൈം ആബ്രോഡിൽ ലാംഗ്വേജിന്റെ പ്രശ്നം വരില്ലേ? അതെ, ലാംഗ്വേജ് ഞങ്ങൾക്ക് അവിടെ ടീച്ച് ചെയ്യും. 3 ഇയേഴ്സ് ലാംഗ്വേജ് പഠിപ്പിക്കും, എഴുതാൻ, റീഡ് ചെയ്യാൻ, പിന്നെ സംസാരിക്കാനൊക്കെ പഠിപ്പിക്കും. പിന്നെ ചൈനീസ് സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ ഹോസ്റ്റലിൽ ചൈനീസ് പിള്ളേരുണ്ടായിരിക്കും. അങ്ങനെ കുറേ. ഇപ്പൊ നോർമലി ചൈനയിലെ ആൾക്കാരൊക്കെ കാണാൻ ഏകദേശം ഒരുപോലെയാണ്. ശരിക്കും അങ്ങനെ തന്നെയാണോ ആൾക്കാരൊക്കെ? അല്ല, അത് ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ മീൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ പിന്നെ അവരോട് സംസാരിച്ച് അവരുടെ കൂടെ ഇടപെടുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാവും. മീൻസ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം മീൻസ് 1 or 2 months ആകുമ്പോൾ നമുക്ക് എല്ലാവരെയും മനസ്സിലാവും. ചൈനയിൽ എവിടെയാണ് യൂണിവേഴ്സിറ്റി വരുന്നത്? ജിയാമുസി യൂണിവേഴ്സിറ്റി വരുന്നത് എവിടെയാണ്? ഞങ്ങളുടെ നോർത്ത് റീജിയൻ, അതായത് ജിയാമുസി യൂണിവേഴ്സിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഹെയ്ലോങ്ജിയാങ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോവിൻസ് ഉണ്ട്. ചൈനയിൽ പ്രോവിൻസാണ്, നമ്മളുടെ സ്റ്റേറ്റ് പോലെ ചൈനയിൽ പ്രോവിൻസാണ്. ഞങ്ങൾ ഹെയ്ലോങ്ജിയാങ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോവിൻസാണ്. അത് വന്നിട്ട് നോർത്ത് കൊറിയ, റഷ്യ, മംഗോളിയ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ. എങ്ങനെയായിരുന്നു യൂണിവേഴ്സിറ്റി ലൈഫ്? ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു അല്ല പുറത്തായിരുന്നു? അല്ല, യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലായിരുന്നു. ഞങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റി ആയത് കാരണം ഞങ്ങൾ പുറത്ത് താമസിക്കാൻ ഒക്കത്തില്ല. യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഫോറിനേഴ്സിനെ പുറത്ത് താമസിക്കാൻ അവർ സ്റ്റേ ചെയ്യാൻ ഇതേത്തില്ല. സോ ഞങ്ങൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്ത ഡോർമെറ്ററിയിലായിരുന്നു. ഫുഡൊക്കെ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആയിരുന്നു അവിടെ? അല്ല, ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുമായിരുന്നു. അതായത് റൈസ്, മീൻസ് ഫ്ലോർ, ആട്ട ഒക്കെ. ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു അസംബ്ലി? ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാനീസ് ഒത്തിരി പേരുണ്ടായിരുന്നു. റഷ്യ, മംഗോളിയൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു ചൈനയിലെ ക്ലൈമറ്റ്? ഞങ്ങളുടെ അവിടെ ഫുള്ള് സ്നോ, മഞ്ഞ, മൈനസ് ക്ലൈമറ്റാ. പിന്നെ സമ്മർ 1 or 2 months മാത്രമേ സമ്മർ ഉണ്ടാവും. ഫസ്റ്റ് പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. മീൻസ് അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കും. മീൻസ് നമ്മൾ സൗത്ത് അല്ലേ, നമ്മുടെ ക്ലൈമറ്റും ഭയങ്കര തണുപ്പും ഇതാവത്തില്ല. പിന്നെ ജാക്കറ്റൊക്കെ ഇട്ട് ഫസ്റ്റ് ഇനിഷ്യൽ ടൈമിൽ ടഫായിരിക്കും, പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ആവും. ഓക്കെ. പാക്കേജ് എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു? മൊത്തം എത്ര ചെലവ് വന്നിട്ടുണ്ടാവും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ? 6 വർഷത്തെ കോഴ്സ് എനിക്ക് മോർ ഓർ ലെസ് 45 to 50 ഉള്ളിൽ 50 lakhിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് കോഴ്സ് ഫിൽ ആയിട്ടുണ്ടായിരുന്നു. 6 years കോഴ്സ്. ഇന്റേൺഷിപ്പ് ഒക്കെ എവിടെയായിരുന്നു? ഇന്റേൺഷിപ്പ് ഞങ്ങൾക്ക് ചൈനയിലായിരുന്നു ചെയ്യേണ്ടത്. മീൻസ് അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ടോ? അല്ല, മെഡിക്കൽ കോളേജ് ആയിരുന്നു, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയിരുന്നു. സോ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾക്ക് 12 month റൊട്ടേറ്ററി ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യുന്ന സമയത്ത് കോവിഡ് ആയത് കാരണം ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയി. ഇന്റേൺഷിപ്പ് എവിടെയാണ് ചെയ്തിട്ടുള്ളത്? ഇനി ഇന്ത്യയിൽ ചെയ്യണം ഇന്റേൺഷിപ്പ് ഇന്ത്യയിൽ ചെയ്യണം. ഓക്കെ. ഇപ്പൊ ചൈന എന്നുള്ള കൺട്രിയിലേക്ക് MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന് അവർ സേഫ് ആയിരിക്കും അല്ലേ? എല്ലാ രീതിയിലും സേഫാണ്. ഇപ്പൊ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുക കൺട്രിയെ കുറിച്ച് ഒറ്റ സ്പോട്ടിൽ എന്തൊക്കെയാ പറയാൻ പറ്റുക? എന്താ പറയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രി ഇന്ത്യ ബെസ്റ്റാണ്. പക്ഷേ ചൈന കുറച്ചും കൂടെ ഗേൾസിനും എല്ലാവർക്കും സേഫാണ്. മീൻസ് നമുക്ക് നൈറ്റ് ഔട്ട് ചെയ്യാം, പുറത്തു പോവാം, നൈറ്റ് സ്റ്റഡി, സേഫ്റ്റി നന്നായിട്ടുണ്ട്. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് സിറ്റി ആയത് കാരണം സെക്യൂരിറ്റി ക്യാമറാസും അങ്ങനെയൊക്കെ കുറേ ടെക്നോളജീസ് ഡെവലപ്ഡ് ആണ്. പിന്നെ ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ടൈമും തന്നെ മീൻസ് ഹോസ്പിറ്റലിൽ ഫുള്ള് എക്യുപ്ഡ് ആണ്. മീൻസ് എക്സ്റേ എടുക്കുന്നതും അങ്ങനെ ഒത്തിരി അഡ്വാൻസ് ടെക്നോളജി, മാൻ പവർ കുറവാണ്. ടെക്നോളജി ആയത് കാരണം ഞങ്ങൾക്ക് കുറേ ഇപ്പോൾ സ്കാൻ ചെയ്യുന്ന കാരണം ആണെങ്കിലും ഹോസ്പിറ്റലിലെ ഇന്റേൺഷിപ്പ് ടൈം ആണെങ്കിലും നമുക്ക് ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് വരുന്നത്. ഇന്റേൺഷിപ്പ് ഒക്കെ ഏത് ഇയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്തത്? എനിക്ക് ഇന്റേൺഷിപ്പ് 2019 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തു. 2020 ജൂലൈയിലാണ് കംപ്ലീറ്റ് ആകുന്നത്. അതിന്റെ ഇൻ ബിറ്റ്വീൻ കോവിഡ് വന്ന കാരണം കണ്ടിന്യൂ. ക്ലിനിക്കൽ റൊട്ടേഷൻസ് വരുന്നുണ്ടോ ഈ 6 വർഷത്തിനിടയിൽ? ക്ലിനിക്കൽ റൊട്ടേഷൻസ് വരുന്നുണ്ടോ? 5 year ഫുള്ള് തിയററ്റിക്കൽ, ക്ലിനിക്കില്ല. ലാസ്റ്റ് ഇയർ മാത്രം ക്ലിനിക് ഉണ്ട്. പിന്നെ സർജറി, മെഡിസിൻ അങ്ങനത്തെ ക്ലാസ് ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ റൊട്ടേഷൻ കൊണ്ടുപോകും.
പേഷ്യൻറ്റിനോട് ഇൻറ്ററാക്ട് ചെയ്യാൻ വയ്ക്കും. മീൻസ് ഞങ്ങൾക്ക് ചൈനയിൽ ലാംഗ്വേജ് പഠിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ 3 years ഞങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാനുണ്ട്. ലാംഗ്വേജ് എക്സാംസ് വരുന്നുണ്ടോ? എക്സാം ഉണ്ട്, എഴുതി പാസ്സാവണം. 2 എക്സാംസാ വരുന്നത്? അല്ല, കുറേ ഉണ്ട്. എല്ലാ സെമസ്റ്ററിലും 3 years കണ്ടിന്യൂസ്ലി 6 സെമസ്റ്ററിലും ചൈനീസ് പേപ്പർ 1, 2 എക്സാം ഉണ്ടായിരിക്കും. ലാംഗ്വേജ് എക്സാം തന്നെ ഉണ്ട്. ലാംഗ്വേജ് എക്സാം ഉണ്ടായിരിക്കും. പിന്നെ 5th year ആകുമ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പിലോട്ടല്ലേ പോകുന്നത്. സോ മെഡിക്കൽ ടേംസ് ഒക്കെ ഉണ്ട്. മീൻസ് ആസ്മാക്ക്, ഹൂഷി കുന്നാൻ, അതേപോലത്തെ, അതായത് പേഷ്യന്റിനോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചൈനീസിലോട്ട് അതിലുള്ള മെഡിക്കൽ ടേംസ് പഠിപ്പിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ. NMCയുടെ റൂൾസ് ഒക്കെ ചൈനയിലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ പാലിക്കുന്നുണ്ടോ ശരിക്കും? ചൈനീസ് യൂണിവേഴ്സിറ്റി പാലിക്കുന്നുണ്ട്. പക്ഷേ കൺസൾട്ടൻസിയിൽ വരുന്ന ഡിസ്ക്രിപ്പൻസി കാരണം കുറച്ച് പ്രോബ്ലംസ് വരാറുണ്ട്. പ്രോപ്പർ ഇൻഫർമേഷൻസ് ഇല്ലാത്തതുകൊണ്ട് പ്രോപ്പർ ഇൻഫർമേഷൻ ഇല്ലാതെ NMCയുടെ അങ്ങനെ അഡ്മിഷൻ എടുത്തിട്ട് പാസ് ഔട്ട് ആയിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇത് ചെയ്യണം. ഇന്ത്യയിൽ വന്നതിന് ശേഷം 2019 ബാച്ചസിന് മാത്രമേ എലിജിബിലിറ്റി വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാലൻസ് എല്ലാ ബാച്ചിനും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിലിൽ ഡൽഹിയിൽ നിന്ന് നമ്മൾ മേടിക്കണം. സോ NMCയിൽ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ ആ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുമ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റി വാലിഡ് മെഡിക്കൽ ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ആ സൈറ്റിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് അത് തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ല, തരത്തില്ല. ഓക്കെ. വിദേശത്തേക്ക് MBBS പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് അശ്വതിക്ക് കൊടുക്കാനുള്ള ഗൈഡൻസ് എന്തൊക്കെയുള്ളത്? ഗൈഡ് ലൈൻസ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ കീഴെ, അതായത് നമ്മളുടെ മെഡിക്കൽ കൗൺസിലിൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് ചൂസിങ് കൺസൾട്ടൻസി. ഇപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ എന്താ പറയുക സിബ്ലിങ്സ് അവിടെ പഠിക്കുകയുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റീനെ കുറിച്ച് കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ കിട്ടും. ബട്ട് അങ്ങനെ ആരുമില്ല. ഞാനൊക്കെ ഫസ്റ്റ് ടൈം പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കൺസൾട്ടൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. മീൻസ് അവർ കുറേ ഫേക്ക് ഉണ്ട്, കാശ് എടുത്തിട്ട് മുങ്ങുന്ന ആൾക്കാരങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഗോഡ് ഗ്രേസ് ഞാൻ ചൂസ് ചെയ്ത കൺസൾട്ടൻസി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയിട്ടാണ് അവർ തിരിച്ച് ഇന്ത്യയിലോട്ട് പോരുന്നത്. സോ നല്ല കൺസൾട്ടൻസി ചൂസ് ചെയ്യുന്നത് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. പുറത്ത് പഠിക്കാൻ പോകുന്നത് ബിക്കോസ് നമ്മൾ പുറത്തൊരു കൺട്രിയിലോട്ട് പോവുക, നമുക്ക് ഒരു എക്സ്പോഷറും ഇല്ല. സോ ചൂസ് ബെസ്റ്റ്. Thank you Ashwati for sharing your personal experience with us. It will be very informative for all the students here. മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും, this is Suraj signing out from Abroad Diaries. Bye bye.